നിരോധനത്തെ തുടർന്ന് യന്ത്രവൽകൃത ബോട്ടുകളുടെ ആഴക്കടൽ മീൻപിടുത്തം നിലച്ചപ്പോൾ മാർക്കറ്റുകളിൽ മീൻ ലഭ്യത കുറഞ്ഞു. ഉള്ളതിന് പൊള്ളുന്ന വിലയും. വില പിടിവിട്ട് കുതിക്കുന്നതിനിടെ ക്ഷാമം രൂക്ഷമായത് തീൻമേശകളിൽ മത്സ്യപ്രേമികളെ നിരാശരാക്കിയിരിക്കുകയാണ്. സാധാരണക്കാരുടെ ഇഷ്ടമീനുകളായ അയലയ്ക്കും മത്തിക്കുമെല്ലാം പൊൻവിലയാണ്. മത്തിക്ക് 400 കിലോ വില, കോഴിയിറച്ചിക്ക് 240 രൂപയും ബീഫിന് 340 രൂപയും ഉള്ളപ്പോഴാണ് ഇത്. മുള്ളൻ, നത്തോലി തുടങ്ങിയ ചെറുമീനുകൾക്കെല്ലാം 200 മുതൽ 300 വരെയാണ് കിലോയ്ക്ക് വില. ആവോലി, അയക്കൂറ, നെയ്മീൻ തുടങ്ങിയ വലിയ മീനുകൾക്ക് കിലോയ്ക്ക് 1000-ലും അപ്പുറവും കൊടുക്കണം. മാർക്കറ്റുകളിൽ മീൻ കുറഞ്ഞതോടെ ഉള്ളതിന് വില കുത്തനെ കൂടുകയായിരുന്നു. നേരത്തെ മത്സ്യങ്ങൾക്ക് വില കുറഞ്ഞ അവസരങ്ങളിൽ ശീതീകരിച്ച് സൂക്ഷിച്ചവയാണ് ഇപ്പോൾ കിട്ടുന്നതിൽ കൂടുതലും. തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന ചൂര, കേത്തർ, പപ്പൻസ് തുടങ്ങിയവയുടെ വില 400-ഉം അതിനു മുകളിലേക്കും എത്തിക്കഴിഞ്ഞു. ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയാൽ സാധാരണ ഘട്ടങ്ങളിൽ പരമ്പരാഗതമായി ചെറുവഞ്ചികളിൽ പോയി മീൻപിടുത്തം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതീക്ഷയുടെ കാലമാണ്. മുൻകാലങ്ങളിൽ വലിയ ബോട്ടുകൾ അടിത്തട്ടിൽ നിന്നും മീൻ അരിച്ചെടുത്ത് കൊണ്ടുപോകാത്തതിനാൽ വഞ്ചിക്കാരുടെ വല നിറയും. ഇപ്പോൾ പേരിന് പോലും മീൻ കിട്ടാത്ത ദുരവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികൾ. മത്സ്യലഭ്യതയിൽ വന്നിരിക്കുന്ന ഇത്രയും വലിയ കുറവിൽ തൊഴിലാളികൾ ആശങ്കയിലാണ്. വലിയ ബോട്ടുകളുടെ അമിതമായ കടന്നുകയറ്റവും മുൻവർഷങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനവും കടലിൽ മത്സ്യലഭ്യത കുറയാനുള്ള കാരണമായതായി പഠനങ്ങൾ പറയുന്നു. വലിയ ബോട്ടുകൾ ചെറുകിട തൊഴിലാളികളുടെ പരിധിയിലെത്തി മത്സ്യബന്ധനം നടത്തുന്നതിനാൽ പരമ്പരാഗത തൊഴിലാളികൾ വലിയ പ്രതിഷേധത്തിലാണ്. അന്തർ സംസ്ഥാന ബോട്ടുകളും ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയതിന് പിന്നാലെ തിരിച്ചുപോയെങ്കിലും തങ്ങൾക്ക് ഈ കാലങ്ങളിൽ ലഭിക്കേണ്ടുന്ന മത്സ്യം മുൻപ് തന്നെ അരിച്ചെടുത്തതായി പരമ്പരാഗതക്കാർ ആരോപിക്കുന്നു. വഞ്ചിക്കാർക്ക് ഇന്ധനവും ഭക്ഷണവും മറ്റു ചെലവുകളും അടക്കം പോയി വരാൻ കുറഞ്ഞത് 20,000 രൂപയുടെ ചിലവുണ്ട്. മുൻപ് 50,000 രൂപയുടെ മീൻ കിട്ടിയെങ്കിൽ ഇന്ന് വെറും കൈയോടെ മടങ്ങേണ്ടി വരുന്നതിനാൽ പലരും കടലിൽ പോകാത്ത സ്ഥിതിയാണ്. ലോണെടുത്ത് വഞ്ചിയും വലയുമെല്ലാം വാങ്ങിയവർക്ക് തിരിച്ചടയ്ക്കാൻ മറ്റ് ജോലിക്ക് പോകേണ്ട സ്ഥിതിയാണെന്നും ഇവർ പറയുന്നു. കാലാവസ്ഥ പ്രതികൂലമാവുകയും മീൻപിടുത്തത്തിന് പോകരുതെന്ന മുന്നറിയിപ്പും കാരണം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാനാവാത്ത പ്രതിസന്ധിയിലാണ്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.